നമസ്കാരം. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ജനശ്രദ്ധ നേടാനും അതേപോലെ തന്നെ വോട്ട് കിട്ടാനും വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പല തന്ത്രങ്ങളും പല സൗജന്യങ്ങളുമൊക്കെ നൽകുന്നത് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ രഹസ്യമായിട്ട് പണം നൽകുന്നവരുണ്ട്, മദ്യം കൊടുക്കുന്നവരുണ്ട്, പിന്നെ സാരി കൊടുക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ പല വാർത്തയിലും കണ്ടിട്ടുണ്ട്. ഇനി സർക്കാർ തലത്തിലാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുന്നേ തന്നെ ഈ വാഷിംഗ് മെഷീനോ ടി വിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഇതുപോലുള്ള സാധനമൊക്കെ സർക്കാർ തലത്തിൽ തന്നെ കൊടുക്കുന്ന കാഴ്ച നമ്മൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പലരും ചെയ്യുന്ന തന്ത്രങ്ങളാണ്. ചിലർ ഇതിനെ രാജതന്ത്രം എന്നൊക്കെ പറയും. പക്ഷേ ഈ രാജതന്ത്രങ്ങളൊന്നും രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ഒന്നുമല്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ബീഹാറിൽ നിന്നുള്ള കാഴ്ചയാണ്. അവിടെ ഈ സ്ത്രീകളുടെ സാനിറ്ററി പാടുണ്ടല്ലോ, ഈ പാടിൽ ആ പാട് അവർ കൊടുക്കുന്നു. അതൊക്കെ ഓക്കെ, നല്ല കാര്യം, വളരെ വളരെ നല്ല കാര്യം. ചെറിയ വിലയേ ഉള്ളൂ. പക്ഷേ അതിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത് എന്നാണ് ഇതിനകത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ കാണണം. തെരഞ്ഞെടുപ്പിൽ പല തന്ത്രങ്ങളും പല രാഷ്ട്രീയ പാർട്ടിയും പല സ്ഥാനാർത്ഥികളും കാണിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും തറ പരിപാടി, ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് സാനിറ്ററി ഈ പാടിൽ വെച്ചിട്ട് ചെയ്യുന്ന ഈ സംഗതി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങേയറ്റം തരംതാണ ഒരു പരിപാടി തന്നെയാണ്. തീർച്ചയായിട്ടും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ തീരെ പാവപ്പെട്ട അല്ലെങ്കിൽ അത്രയൊന്നും ഈ പുരോഗമനം ആർജിക്കാത്ത സ്ത്രീകളും മറ്റു ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരിക്കും. അവരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ വോട്ട് തട്ടാനും വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഈ സാനിറ്ററി പാഡ് എന്നത് നിങ്ങൾ കൊടുത്തോളൂ. പാഡ്മാൻ എന്ന ഒരു സിനിമ മുമ്പ് അക്ഷയകുമാറിൻ്റെതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ആ പാഡ്മാൻ്റെ വേഷം അണിയുന്നതാണോ എന്നറിയില്ല. പക്ഷേ എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഈ പാഡിൻ്റെ കവറിൽ അടിച്ചു വെച്ചിട്ട് കൊടുക്കുന്നത് എന്നാണ്. അതൊരു തരംതാണ ഒരു പരിപാടിയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങേയറ്റം മോശം ഒരു പരിപാടിയാണ്. ഇവിടെ ജൻ ഔഷധി വഴി കേന്ദ്ര സർക്കാർ തന്നെ വെറും 2 രൂപയ്ക്ക് എന്തോ ആണ്, 1 രൂപ 2 രൂപ എന്തോ വിലയുള്ളൂ സുവിധ എന്ന് പറഞ്ഞ പാടുകൾ കൊടുക്കുന്നുണ്ട്. ആരുടെയും ഫോട്ടോയൊന്നും ഇല്ല. അതിൽ ആരുടെയും ഫോട്ടോയും വെച്ചിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കോവിഡ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊക്കെ ബഹളം കാണിച്ച ടീമുകളാണ് ഇപ്പോൾ സ്ത്രീകൾക്കുള്ള സാനിറ്ററി പാഡിൻ ആ ഫോട്ടോ അടിച്ച്, അതും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അടിച്ച് വോട്ട് തട്ടാൻ വേണ്ടി ഈ തറ പരിപാടി കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഇവർ ഈ അധികാരത്തിന് വേണ്ടിയിട്ട് നേരായിട്ടുള്ള വഴിയല്ല, അങ്ങേയറ്റം വളഞ്ഞ വഴിയിലൂടെയും അതും തരംതാണ രീതിയിൽ തറ പരിപാടിയല്ലാതെ ഇവരുടെ കയ്യിൽ മറ്റൊന്നുമില്ല. ഇവരിനി വല്ല അരിയോ ഒക്കെ പാക്കറ്റായിട്ട് കൊടുത്തപ്പോൾ അത് നമ്മളിവിടെ കണ്ടതാണ്. ഈ പ്രളയ സമയത്തുമൊക്കെ രാഹുൽ ഗാന്ധി കൊടുത്ത പാക്കറ്റിനൊക്കെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പേരിൽ വന്നതിലൊക്കെ അയാളുടെ ഫോട്ടോയും മറ്റും ഉണ്ടായിരുന്നു. പിന്നെയും പറയാം അത് അരിയാണല്ലോ, അരിപ്പായ്ക്കാണല്ലോ എന്ന് പറയാം. ഇതിപ്പോൾ സാനിറ്ററി പാടിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും അടിച്ചിട്ട് ബീഹാറിലുള്ള ജനങ്ങൾക്ക് കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ പാർട്ടിയെപ്പറ്റി കൂടുതൽ എന്ത് പറയാൻ. അവർ ഇനി ഇതിലും താഴാനൊന്നുമില്ല, അങ്ങേയറ്റമായി.